CVSലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലഡ് പ്രഷറിനെ കുറിച്ചും അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷറിനെ കുറിച്ചുമാണ്. ആദ്യം തന്നെ എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ലാറ്ററൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ കോളം ഓഫ് ബ്ലഡ് ടു ദ വോൾ ഓഫ് ആർട്ടറീസ്. അതായത് നമ്മുടെ ബ്ലഡ് ആർട്ടറീസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആർട്ടീരിയൽ വോളിൽ കൊടുക്കുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ ലാറ്ററൽ പ്രഷർ, അതിനെ വിളിക്കുന്ന പേരാണ് BP അഥവാ ബ്ലഡ് പ്രഷർ. നമുക്കറിയാം നോർമൽ വാല്യൂ ഓഫ് BP എത്രയാണെന്ന് നമുക്കറിയാവുന്നതാണ്. 120/80 mm മെർക്കുറിയാണ് നോർമൽ വാല്യൂ ഓഫ് BP എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടെർമിനോളജിയാണ് പൾസ് പ്രഷർ. പൾസ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അപ്പോൾ നമുക്കറിയാം സിസ്റ്റോളിക് BP എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ്റെ സമയത്തുണ്ടാകുന്ന BP ആണ് സിസ്റ്റോളിക് BP. സിമിലർലി ഡയസ്റ്റോളിക് BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ അല്ലെങ്കിൽ ഫില്ലിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്ന BP ആണ് ഡയസ്റ്റോളിക് BP. അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് പൾസ് പ്രഷർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ടെർമിനോളജീസ് എന്താണെന്ന് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മീൻ ബ്ലഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് എ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പ്ലസ് 1/3 ഓഫ് ദ പൾസ് പ്രഷർ. അപ്പോൾ മീൻ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പ്ലസ് 1/3 ഓഫ് ദ പൾസ് പ്രഷർ ആണ്. ഇനി നമുക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ആണ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹൈപ്പോ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്ന കണ്ടീഷനെയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതിനൊരു ത്രഷ് ഹോൾഡ് ലെവൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എബവ് 140/90 mm മെർക്കുറി വന്നു കഴിഞ്ഞാലാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻ്റ് ഹൈപ്പർ ടെൻസീവ് ആണെന്ന് പറയാൻ പറ്റുന്നത് എബവ് 140/90 mm മെർക്കുറിയിൽ BP വരുമ്പോഴാണ്. സിമിലർലി ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ BP ആണ്. അതിൻ്റെ ലെവൽ പറഞ്ഞിരിക്കുന്നത് ബിലോ 100/60 mm മെർക്കുറിയാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് ബ്ലഡ് പ്രഷറിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ്. ഇനി അടുത്തതായിട്ട് റെഗുലേഷൻ ഓഫ് BP. എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? രണ്ട് രീതിയിലാണ് നമ്മുടെ ബോഡിയിൽ BP റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്നെന്ന് പറയുന്നത് ഷോർട്ട് ടേം റെഗുലേഷൻ, രണ്ടാമത്തേതെന്ന് പറയുന്നത് ലോങ് ടേം റെഗുലേഷൻ ഓഫ് BP. ഇതുകൂടാതെ ഹോർമോണൽ റെഗുലേഷനും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോർട്ട് ടേം റെഗുലേഷൻ എന്താണെന്ന് നോക്കാം. അത് മെയിനായിട്ടും ആ ഒരു മെക്കാനിസം നടക്കുന്നത് വാസോ മോട്ടോർ റിഫ്ലക്സ് വഴിയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഫ്ലക്സസ് വരുന്നുണ്ട്. ബാരോ റിസപ്റ്റർ റിഫ്ലക്സ്, കീമോ റിസപ്റ്റർ റിഫ്ലക്സ്, CNS ഇഷീമിക് റിഫ്ലക്സ്, കുഷിങ്സ് റിഫ്ലക്സ്. ഇത്രയാണ് ഷോർട്ട് ടേം റെഗുലേഷനിൽ വരുന്നത്. അപ്പോൾ ബാരോ റിസപ്റ്റർ റിഫ്ലക്സ്, കീമോ റിസപ്റ്റർ റിഫ്ലക്സ്, CNS ഇഷീമിക് റിഫ്ലക്സ് ആൻഡ് കുഷിങ്സ് റിഫ്ലക്സ്. ഇതുപോലെ തന്നെ ലോങ് ടേം റെഗുലേഷനും നടക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും നടക്കുന്നത് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റത്തിൽ വഴിയാണ്. നമുക്കറിയാം റാസ് മെക്കാനിസം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതുകൂടാതെ ഹോർമോണൽ റെഗുലേഷൻ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ BP ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ചില ഹോർമോൺസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, തൈറോക്സിൻ, ആൽഡോസ്റ്റിറോൺ, ADH മീൻസ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ, പിന്നെ വരുന്നത് സിറോട്ടോണിൻ. ഇത്രയും ഹോർമോൺസാണ് BP ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി BP ഡിക്രീസ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് ബ്രാഡികൈനിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, അസറ്റൈൽ കൊളൈൻ, ANP മീൻസ് ഏട്രിയൽ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ് ആണ്. ദെൻ വാസോ ആക്റ്റീവ് ഇൻഡസ്റ്റിനൽ പോളിപെപ്റ്റൈഡ്. ഇത്രയും കാര്യങ്ങളാണ്, അതായത് ഇത്രയും ഹോർമോൺസാണ് BPയെ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആദ്യം തന്നെ നമുക്ക് ഷോർട്ട് ടേം റെഗുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഷോർട്ട് ടേം റെഗുലേഷനിൽ നമ്മൾ ഏതൊക്കെ റിഫ്ലക്സസ് ആണ് പറഞ്ഞത്? ബാരോ റിസപ്റ്റർ റിഫ്ലക്സ്, കീമോ റിസപ്റ്റർ റിഫ്ലക്സ്, CNS ഇഷീമിക് റിഫ്ലക്സ് ആൻഡ് കുഷിങ്സ് റിഫ്ലക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാരോ റിസപ്റ്റർ ആൻഡ് കീമോ റിസപ്റ്റർ റിഫ്ലക്സിനെ പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാലും നമുക്കൊന്നും കൂടെ അത് എന്താണെന്നൊന്ന് പരിചയപ്പെടാം. ബാരോ റിസപ്റ്റർ റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പ്രഷർ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് ആക്ടിവേറ്റഡ് ആകുന്ന ചില റിസപ്റ്റേഴ്സാണ് ബാരോ റിസപ്റ്റേഴ്സ്. അതുവഴി ഉണ്ടാകുന്ന ഒരു റിഫ്ലക്സ് ആക്ഷനാണ് ബാരോ റിസപ്റ്റർ റിഫ്ലക്സ്.
ഇനി പ്രധാനമായിട്ടും നമ്മുടെ ഈ ബാരോ റിസപ്റ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കരോട്ടിഡ് സൈനസിലും അയോട്ടിക് ആർച്ചിലുമാണ്. ആ ഒരു പോയിന്റ് ഓർക്കുക. ബാരോ റിസപ്റ്റേഴ്സും മാത്രമല്ല കീമോ റിസപ്റ്റേഴ്സും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കരോട്ടിഡ് സൈനസിലും അതുപോലെ അയോട്ടിക് ആർച്ചിലുമാണ്. ഇനി ബാരോ റിസപ്റ്റർ റിഫ്ലെക്സ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും BP കൂടുതലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ, ഇൻക്രീസ്ഡ് BP ഉണ്ടാവുന്ന സിറ്റുവേഷൻസിലാണ് ഈ ബാരോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്. അപ്പോൾ ഈ ബാരോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്ററി ഇമ്പൾസസിനെ നമ്മുടെ വാസോ ഡൈലേറ്റർ ഏരിയ എന്നൊരു ഏരിയ ഉണ്ട്, ആ ഒരു ഏരിയയിലേക്ക് സ്റ്റിമുലേറ്ററി ഇമ്പൾസസിനെ റിലീസ് ചെയ്യുന്നു അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ വാസോ ഡൈലേറ്റർ ഏരിയ വഴി വാഗൽ ടോൺ ഇൻക്രീസ് ചെയ്യുന്നു. വാഗൽ ടോണിനൊരു പ്രത്യേകതയുണ്ട്. വാഗൽ ടോണും ഹാർട്ട് റേറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇവിടെ വാഗൽ ടോണ് ഇൻക്രീസ് ആകുമ്പോൾ അതുവഴി ഹാർട്ട് റേറ്റ് കുറയുന്നു. അപ്പോൾ നമുക്കറിയാം BP കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ബാരോ റിസപ്റ്റർ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. സിമിലർലി കീമോ റിസപ്റ്റർ റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഹൈപ്പർ ക്യാപ്നിയ എന്നീ രണ്ട് സിറ്റുവേഷൻസ്, അതായത് ഓക്സിജൻ്റെ അളവിൽ കുറവോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിൽ കൂടുതലോ ഉണ്ടാകുമ്പോൾ സ്റ്റിമുലേറ്റഡ് ആവുന്ന റിസപ്റ്റേഴ്സാണ് കീമോ റിസപ്റ്റേഴ്സ്. കീമോ റിസപ്റ്റേഴ്സും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കരോട്ടിഡ് സൈനസിലും അയോട്ടിക് ആർച്ചിലുമാണ്. അപ്പോൾ ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഹൈപ്പർ ക്യാപ്നിയ ഉണ്ടാവുന്ന സമയത്ത് കീമോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവുന്നു. അത് വാസോ ഡൈലേറ്റർ ഏരിയയിലേക്ക് ഇൻഹിബിറ്ററി ഇമ്പൾസസിനെ സെൻഡ് ചെയ്യുന്നു. അതുവഴി വാഗൽ ടോൺ ഡിക്രീസ് ആവുകയും ഹാർട്ട് റേറ്റ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ BP കൂടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് CNS ഇഷീമിക് റിഫ്ലെക്സിനെ പറ്റിയാണ്. ഏത് സിറ്റുവേഷനിലാണ് CNS ഇഷീമിക് റിഫ്ലെക്സ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വേർഡിൽ തന്നെ ഇതിൻ്റെ മീനിങ് ഉണ്ട്. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒരു ഇഷീമിയ, ആ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നു. അതായത് അവിടുത്തെ ബ്ലഡ് ഫ്ലോ കുറയുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നൊരു റിഫ്ലെക്സ് ആക്ഷനാണ് CNS ഇഷീമിക് റിഫ്ലെക്സ്. അപ്പോൾ വെന്നെവർ ദെയർ ഈസ് ഡിക്രീസ്ഡ് BP, നമ്മുടെ ബോഡിയിൽ എപ്പോഴെങ്കിലും ബ്ലഡ് പ്രഷർ കുറവായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ എല്ലാ ടിഷ്യൂസിലേക്കുമുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയാണ് ചെയ്യുന്നത്. സിമിലർലി നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിനെയും അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. ബ്രെയിൻ ടിഷ്യൂസിലേക്കുമുള്ള ബ്ലഡ് ഫ്ലോ ഡിക്രീസ്ഡ് ആവുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് CNS ഇഷീമിയ. അപ്പോൾ ഇഷീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ഡയറക്റ്റ്ലി നമ്മുടെ വാസോമോട്ടോർ സെൻറ്റർ സ്റ്റിമുലേറ്റഡ് ആവുന്നു. അപ്പോൾ നമ്മുടെ വാസോമോട്ടോർ സെൻറ്റർ സിമ്പതറ്റിക് നെർവ്സ് വഴി സ്റ്റിമുലേറ്ററി ഇമ്പൾസസിനെ നമ്മുടെ ഹാർട്ടിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നു. അപ്പോൾ വെന്നെവർ നമ്മുടെ ബോഡിയിൽ ഡിക്രീസ്ഡ് BP ഉണ്ടാവുന്ന കണ്ടീഷൻസിൽ നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് ഫ്ലോയും റെഡ്യൂസ്ഡ് ആവുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന കണ്ടീഷനാണ് CNS ഇഷീമിയ. അപ്പോൾ നമുക്കറിയാം വാസോമോട്ടോർ സെൻറ്റർ എല്ലാം ബ്രെയിനിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇഷീമിയയുടെ ഫലമായിട്ട് ഡയറക്റ്റ്ലി നമ്മുടെ വാസോമോട്ടോർ സെൻറ്റർ സ്റ്റിമുലേറ്റഡ് ആവുന്നു. അപ്പോൾ നമ്മുടെ വാസോമോട്ടോർ സെൻറ്ററിന് മനസ്സിലാകുന്നു BP കൂട്ടേണ്ടതായിട്ടുള്ളൊരു ആവശ്യകത നമ്മുടെ ശരീരത്തിനുണ്ടെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ സിമ്പതറ്റിക് നെർവ്സ് വഴി സ്റ്റിമുലേറ്ററി ഇമ്പൾസസിനെ നമ്മുടെ ഹാർട്ടിലേക്ക് കൊടുക്കുന്നു. അതാണ് CNS ഇഷീമിക് റിഫ്ലെക്സ്. ഷോർട്ട് ടേം റെഗുലേഷനിൽ തന്നെ വരുന്ന അടുത്തൊരു റിഫ്ലെക്സിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതാണ് കുഷിങ്സ് റിഫ്ലെക്സ്. അപ്പോൾ ഇതെപ്പോഴാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാകുന്നത് ഇൻട്രാക്രേനിയൽ പ്രഷർ ഹൈ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിലാണ്. വെന്നെവർ ദെയർ ഈസ് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ ഇറ്റ് കോസസ് ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിൻ ആൻഡ് സബ്സിക്വൻ്റ്ലി എ കണ്ടീഷൻ കോൾഡ് ഇഷീമിയ ഒക്കേഴ്സ്. അതായത് ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ആവുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഇഷീമിയ. അപ്പോൾ ബ്രെയിനിലേക്ക് ബ്ലഡ് ഫ്ലോ വളരെ കുറവായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഹാർട്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നത്? കൂടുതൽ ബ്ലഡിനെ ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കലി BP ഇൻക്രീസ് ആവുന്നു. BP അങ്ങനെ കൂടി നമ്മുടെ ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡിനെ സപ്ലൈ ചെയ്ത് ആ ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ ആ ഇൻക്രീസ്ഡ് BPയുടെ ഫലമായിട്ട് നമ്മുടെ ബാരോ റിസപ്റ്റേഴ്സും സ്റ്റിമുലേറ്റഡ് ആവുന്നു. ബാരോ റിസപ്റ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹാർട്ടിൽ കരോട്ടിഡ് സൈനസിലും അയോട്ടിക് ആർച്ചിലുമാണ്. അപ്പോൾ ബാരോ റിസപ്റ്റേഴ്സ് വാസോമോട്ടോർ സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. വാസോമോട്ടോർ സെൻറ്റർ ഇൻ ടേൺ
സെൻഡ് ഇൻഹിബിറ്ററി ഇമ്പൾസസ് ടു ദ ഹാർട്ട് ത്രൂ ദ പാരാസിമ്പത്തറ്റിക് നെർവ്സ്. അതായത് വാസോമോട്ടോർ സെൻറ്റർ നമ്മുടെ ഹാർട്ടിലേക്ക് ഇൻഹിബിറ്ററി ഇമ്പൾസസിനെ സെൻഡ് ചെയ്യുന്നു. ഏത് നെർവ്സിൽ കൂടിയാണ് സെൻഡ് ചെയ്യുന്നത്? പാരാസിമ്പത്തറ്റിക് നെർവ്സ് വഴിയാണ് ഇൻഹിബിറ്ററി ഇമ്പൾസസിനെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു. അപ്പോൾ ഹാർട്ട് റേറ്റ് കുറയുന്ന ആ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ബ്രാഡികാർഡിയ. ആക്ച്വലി ഇതൊരു റിഫ്ലെക്സ് ബ്രാഡികാർഡിയയാണ്. ദിസ് ഈസ് എ റിഫ്ലെക്സ് ബ്രാഡികാർഡിയ വിച്ച് ഈസ് കോസ്ഡ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ്ഡ് ഇൻട്രാക്രീനിയൽ പ്രഷർ. അപ്പോൾ ഈ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് കുഷിങ്സ് റിഫ്ലെക്സ്. കുഷിങ്സ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിഫ്ലെക്സ് ബ്രാഡികാർഡിയ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഇൻട്രാക്രീനിയൽ പ്രഷർ. ഇൻട്രാക്രീനിയൽ പ്രഷർ കൂടിയതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു റിഫ്ലെക്സ് ബ്രാഡികാർഡിയയാണ് കുഷിങ്സ് റിഫ്ലെക്സ്. അടുത്തതായിട്ട് ലോങ് ടേം റെഗുലേഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് എ റാസ് മെക്കാനിസം, അതായത് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം. ഇതുണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്ക് നോക്കാം. എപ്പോഴെങ്കിലും നമ്മുടെ ബ്ലഡ് പ്രഷർ ഡിക്രീസ് ആവുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കിഡ്നിയിലുള്ള ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആവുന്നു. അപ്പോൾ വെനെവർ ദർ ഈസ് ഡിക്രീസ്ഡ് BP, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് ഓഫ് കിഡ്നി. അപ്പോൾ അവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് റെനിൻ. അപ്പോൾ റെനിൻ സെക്രീറ്റ് ആവുന്നു. റെനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻജിയോടെൻസിനോജനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് ആൻജിയോടെൻസിനോജൻ നമുക്ക് നോക്കാം. ആൻജിയോടെൻസിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോട്ടീനാണ്. അതിനെ സിന്തസൈസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും ലിവറാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽഫ ഗ്ലോബുലിൻ ഗ്ലൈക്കോ പ്രോട്ടീനാണ്. ആക്ച്വലി അത് നമ്മുടെ ബ്ലഡിലെ പ്ലാസ്മയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ആൽഫ ഗ്ലോബുലിൻ ഗ്ലൈക്കോ പ്രോട്ടീനാണ് ആൻജിയോടെൻസിനോജൻ. അതിനെ സിന്തസൈസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും ലിവറാണെന്ന് മനസ്സിലാക്കുക. ശരിക്കും ആൻജിയോടെൻസിനോജൻ എന്ന് പറഞ്ഞാൽ ഒരു ഇനാക്റ്റീവ് ഫോമാണ്. അതിനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് റെനിൻ്റെ ഫങ്ഷൻ. അപ്പോൾ റെനിൻ കൺവേർട്സ് ആൻജിയോടെൻസിനോജൻ ടു ആൻജിയോടെൻസിൻ 1. ഇനി ആൻജിയോടെൻസിൻ 1ൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കോസസ് ദ വാസോ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്ലഡ് വെസൽസ് ഓഫ് ദ കിഡ്നി ആൻഡ് ഇൻക്രീസസ് ദ BP. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? ബ്ലഡ് വെസൽസിൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് BP ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഈ ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ആൻജിയോടെൻസിൻ 2ൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ഡിഫറെൻ്റ് ആണ്. അതായത് അത് അഡ്രിനൽ കോർട്ടെക്സിനെ പോയിട്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ആൽഡോസ്റ്റിറോണിനെ റിലീസ് ചെയ്യുന്നു. ആൽഡോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡിയം ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ആൽഡോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ. അതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് വോളിയം കൂടുകയും ബ്ലഡ് പ്രഷർ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ആൻജിയോടെൻസിൻ 1ഉം ആൻജിയോടെൻസിൻ 2ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ BPയെ ഇൻക്രീസ് ചെയ്യുന്നത്. ആൻജിയോടെൻസിൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിലെ ബ്ലഡ് വെസൽസിന് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് BP ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. വൈൽ ആൻജിയോടെൻസിൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി അഡ്രിനൽ കോർട്ടെക്സിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അഡ്രിനൽ കോർട്ടിക്കൽ ഹോർമോണായ ആൽഡോസ്റ്റിറോണിനെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ആൽഡോസ്റ്റിറോൺ സോഡിയം ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷനെ ഇൻക്രീസ് ചെയ്യുന്നു. ഫൈനലി ബ്ലഡ് വോളിയം കൂട്ടുന്നു. അങ്ങനെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നു. ഇതാണ് ലോങ് ടേം റെഗുലേഷൻ.